ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതിയെ പറ്റിയാണ്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായൊരു ഗ്രഹമാണ്. വക്രഗതി എന്ന് പറഞ്ഞാൽ പിന്നോട്ടുള്ള സഞ്ചാരം എന്നുള്ളതാണ്. വ്യാഴം നേർരേഖയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവുമാണ് ഇപ്പോൾ. ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആ നേർരേഖ സഞ്ചാരത്തിന് നേർവിപരീതമായി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ആരംഭിക്കുന്നു. 2025 ഫെബ്രുവരി 4 വരെയുള്ള കാലഘട്ടമാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഈ ഒരു കാലഘട്ടങ്ങൾ, ഈ ഒരു സമയം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാര കാലഘട്ടം ഇവിടെ പറയുന്ന 7 രാശികളിൽപ്പെട്ട നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ലഭിക്കും. ഈ ഒരു സമയം ഈ രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ വ്യാഴദശയാണോ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, നിങ്ങളുടെ ജനന ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പൊതുവേ പല വ്യക്തികളും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്നും ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ദശാകാലങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുമെന്നും ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. 12 രാശികൾ ഉള്ളതുപോലെ തന്നെ 12 ലഗ്നങ്ങളുമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ജാതകത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ചൊക്കെയാണ് ജീവിതത്തിൽ നമുക്ക് ഗുണദോഷ ഫലങ്ങൾ മാറി മാറി ഓരോ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരുന്നതും. വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്ന ഒക്ടോബർ 9 മുതലുള്ള സമയം എത്ര വലിയ പ്രശ്നങ്ങൾ, കഷ്ടതകൾ, ദുരിതങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഇവിടെ പറയുന്ന ഈ 7 രാശികളിൽപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അത്രമേൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം, ഈ ഒരു വക്രഗതിയിലുള്ള സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങളും മാറ്റങ്ങളുമാണ് നൽകുന്നത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ 1-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പൊതുവെ ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ്റെ രാശിക്കാർക്ക് വ്യാഴമാണ് ഏറ്റവും വലിയ പാപഗ്രഹം, ദോഷഫലങ്ങൾ നൽകുന്നത്. പൊതുവെ കഴിഞ്ഞ ഒരു വ്യാഴമാറ്റം മുതൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇടവം രാശിയിൽപ്പെട്ട പലരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് എന്നുള്ളത് മാത്രമാണ്. ചിലരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മമേഖല, ബിസിനസ് രംഗങ്ങളിലൊക്കെ നെഗറ്റീവായിട്ടുള്ള ഗുണഫലങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ, മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ എന്നു വേണ്ട ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം, വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടവം രാശിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാലതാമസം, എത്ര നല്ല ജോലിയാണ്, ബിസിനസ് ആണെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ധനലാഭം, വരുമാനം ലഭിക്കാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സേവിങ്സ്, ഒരു സമ്പാദ്യത്തിന് നമുക്ക് സാധിക്കുന്നില്ല. 10 രൂപ കിട്ടിയാൽ 20 രൂപയുടെ ചിലവ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെയാണ് ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം. എന്നാൽ വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിച്ച് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ജീവിതം വളരെ നല്ല നിലയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി, ധനാഭിവൃദ്ധി വന്നു ചേരും.
ഇത്രയും നാളും നിങ്ങൾ ഏതൊരു ജോലി ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ലാഭം എന്നൊരു വാക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്കൊരു ധനലാഭം, ഒരു വരുമാനം ലഭിക്കുക, ഒരു സ്വന്തമായൊരു ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യത്തിനുള്ള അവസരം, കാലമൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇത്രയും നാളും ജീവിതത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന സമയം, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആരോഗ്യത്തിലൊക്കെ വലിയ പുരോഗതി, നല്ല മാറ്റം, നല്ല നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയം, ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ അനുഭവത്തിൽ വരുന്ന കാലമാണ്. അതുപോലെ തന്നെ ഇടവം രാശിയിൽപ്പെട്ട പലർക്കും വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹത്തിനൊക്കെ അനുയോജ്യമായ, അനുകൂലമായ കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു പങ്കാളി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ച് പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാകും. അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന വളരെ നല്ല സമയം, നല്ല കാലമാണ് നിങ്ങൾ ഇടവം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ഓരോ വ്യക്തികളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടവം രാശിയിൽപ്പെട്ട പലരും ഈ കഴിഞ്ഞ വ്യാഴമാറ്റം മുതൽ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നുണ്ട്. സ്വന്തം ജനനജാതകത്തിൽ ഒരു നല്ല ദശാകാലം നടക്കുന്നവർക്ക് മാത്രമാണ് ഈ വ്യാഴത്തിൻ്റെ ദോഷത്തിൽ നിന്ന് ഒരു മുക്തി ലഭിച്ചത് എന്ന് പറയാം. ഏതായാലും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്യുത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴത്തിൻ്റെ വക്രഗതി സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യാഴത്തിൻ്റെ വക്രഗതി വളരെയധികം നിങ്ങളെ സ്വാധീനിക്കും. അത്രമേൽ ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മൂലം മിഥുനം രാശിയിൽപ്പെട്ട പലർക്കും ഒരുപാട് പാഴ്ചിലവുകൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് അനുഭവത്തിൽ വരിക. നമ്മളൊരു ശുഭകാര്യത്തിന് എന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. പലരെയും സംബന്ധിച്ച് വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ ജീവിതത്തിൽ നൽകുന്നതായിരുന്നു ഈ കഴിഞ്ഞ വ്യാഴമാറ്റം. മിഥുനം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ആശുപത്രിപരമായിട്ട്, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ട അവസ്ഥ. ഏതെങ്കിലും തരത്തിൽ കയ്യിൽ കുറച്ച് പണം വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയൊക്കെ പല ആവശ്യങ്ങൾക്കുമായിട്ട് ഈ പണം എങ്ങനെ ചിലവായി പോകുന്നു എന്നറിയാത്ത അവസ്ഥ പലർക്കും അനുഭവത്തിലുണ്ട്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അനാവശ്യമായിട്ട് ഒരുപാട് യാത്രകൾ, അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മിഥുനം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലി, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആ കർമ്മത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളോ, തടസ്സങ്ങളോ, ബുദ്ധിമുട്ടുകളോ, കർമ്മസംബന്ധമായിട്ട് ഒരുപാട് അലച്ചിലുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു താൽക്കാലിക വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന മിഥുനം രാശിക്കാരും കുറവല്ല. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ഒക്ടോബർ 9 മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ പാഴ്ചിലവ്, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നിങ്ങൾക്ക് മാറുന്നൊരവസ്ഥയുണ്ടാകും. ഒരു 10 രൂപ നിങ്ങളുടെ കയ്യിൽ വന്നാൽ അത് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്പാദ്യം, ഒരു നേട്ടം ലഭിക്കുന്ന ഒരു അനുഭവം വന്നു ചേരും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും
ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭചിലവുകൾ, നിങ്ങൾ ചിലവഴിക്കുന്ന പണം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. മിഥുനം രാശിയിൽപ്പെട്ട പലർക്കും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, അതൊരു ശുഭചിലവാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ വരെയുള്ള യോഗമുള്ള സമയമാണ്. ഇതൊക്കെ ശുഭചിലവുകളിൽ വരുന്ന കാര്യമാണ്. അതുപോലെ പലർക്കും വിദേശ ജോലി, വിദേശ യാത്ര, ആ ഒരു ഭാഗ്യം, ആ വിദേശ യാത്ര കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങൾ ലഭിക്കത്തക്ക തരത്തിൽ ഒരു ഭാഗ്യം അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന വിദേശ ജോലിക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സമയം. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള ശുഭചിലവുകൾ, കല്യാണം പോലെയുള്ള, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയവുമാണ്. കർമ്മ മേഖലയിൽ ഏതൊരു ജോലി, ഏതൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി എല്ലാത്തിലും ഒരു ഉയർച്ച, ഒരു നന്മ ലഭിക്കുന്ന സമയം. ഒരു സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച, നന്മയാണ് മിഥുനം രാശിക്കാർക്ക് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കപ്പെടുന്ന സമയവും വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുന്ന സമയവുമാണ് മുന്നോട്ടുള്ളത്. പ്രധാനമായും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് നല്ല ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനസ്സിലാഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാലമാണ്, സമയമാണ്. ഇതിനെ നിങ്ങൾ മിഥുനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവുക. ഈ വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരായ നിങ്ങളെ അത്രമേൽ സ്വാധീനിക്കും. അത് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളെ അത്രമേൽ സ്വാധീനിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ മിഥുനം രാശിയിൽപ്പെട്ട ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ, മാറ്റങ്ങളാണ് നൽകുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യവും ജീവിതത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും, ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ പോലും ആ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു നന്മ, ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ സുഖം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങൾക്ക് ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, മാനസികമായിട്ടുള്ള ധൈര്യം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന വളരെ നല്ല ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന അവരവരുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കർമ്മ മേഖലയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകൾ, ഇതൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം. അതുപോലെ തന്നെ അവരവരുടെ കുടുംബാംഗങ്ങൾക്കിടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള എതിർപ്പുകൾ, ശത്രുതകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയവുമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, കർക്കിടകം രാശിക്കാരായ ഏതൊക്കെ വ്യക്തികളാണോ കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളോ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആ കേസ് വഴക്കുകളൊക്കെ അനുകൂലത്തിൽ വരുന്ന ഒരു സമയവും കാലവുമാണ്. പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ വക്രഗതി കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ആ ഒരു മാറ്റം, ആ ഒരു ഗുണഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ഈശ്വര അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യാനുഭവം വന്നു ചേരും എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി ഈശ്വരാനുഗ്രഹം, ഭാഗ്യം കൂടെ കൂടിച്ചേരുമ്പോൾ നിങ്ങൾക്ക് അത്രമേൽ ഉയർന്ന ഗുണഫലങ്ങളായിരിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതും.
നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, സ്വന്തം ബിസിനസ് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ഒരു നല്ലൊരു ധനലാഭം വന്നു ചേരുകയും നിങ്ങൾക്ക് ഒരു സമ്പാദ്യം, ഒരു സേവിങ്സ് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്കതൊരു സേവിങ്സ് ആക്കി മാറ്റാൻ, ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം. മനസ്സിലുള്ള ഏത് ആഗ്രഹങ്ങളും സാധിക്കുന്ന സമയം, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ട് ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം. കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു സമയം, ഈ ഒരു കാലം നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും വണ്ടിവാഹന യോഗത്തിനും എല്ലാം വളരെ വളരെ നല്ല ഒരു സമയമാണ്. കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആർക്കൊക്കെയാണ് വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്, വിവാഹത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ കാലതാമസം, തടസ്സം, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി കാലം. ഈ ഒരു സമയത്തെ നിങ്ങൾ കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന സമയം. കർക്കിടകം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന കാലവും ഒരു സമയവുമാണ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം ഒക്കെ വന്നു ചേർന്ന തരത്തിൽ വളരെ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ ഒരു മാറ്റം, ഈ ഒരു ഗുണഫലം വന്നു ചേരും. പുതിയൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ശ്രേഷ്ഠമായ സമയം, കാലമാണ് മുന്നോട്ടുള്ളത്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നതുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴത്തിൻ്റെ ഈ വക്രഗതി സഞ്ചാരകാലം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളി നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന തരത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു ഗുണഫലം വന്നു ചേരുന്നത്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സമയം, നല്ലൊരു കാലമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ പൂർവിക വഴിയിൽ ഭൂമി, സ്വത്ത് വകകളൊക്കെ ലഭിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കേസ് വഴക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുകൂലത്തിൽ വന്ന് പൂർവിക വഴി ലഭിക്കേണ്ട നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ കുട്ടികളുടെ, സ്വന്തം സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന മനോവിഷമങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന സമയവും കാലവുമാണ്. അതുപോലെ അവരവരുടെ സന്താനങ്ങൾക്ക് നല്ല മംഗല്യഭാഗ്യം, ആ വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സം, പ്രശ്നങ്ങൾ വിട്ടുമാറി നല്ല അനുയോജ്യമായ മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയവുമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സുഖവും നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി പൂർണ്ണമായിട്ടും ഒരു ഈശ്വരാനുഗ്രഹം നൽകുന്ന തരത്തിലായിരിക്കും. ചിങ്ങം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ വിവാഹ കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്, അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. ഒരു സന്താന ഭാഗ്യത്തിന് കാലങ്ങളായി കാത്തിരിക്കുന്ന ചിങ്ങം രാശിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന സമയം. സന്താന ഭാഗ്യത്തിനായി നടത്തി വന്നിരുന്ന ചികിത്സകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തുന്ന സമയവുമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖല, ബിസിനസ് രംഗങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാറ്റങ്ങൾ, ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, എതിർപ്പുകൾ, ശത്രുതകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജോലിയിൽ നല്ലൊരു ഉയർച്ച ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ച പദവി മാറ്റമോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി സമയം. അതുപോലെ യൂണിഫോം സർവീസിലേക്കൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന, അതിനായി പരിശ്രമിക്കുന്നവർക്കൊക്കെ അതിലേക്കൊക്കെ ജോലി ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്.
സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ നടത്തി വരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ആ ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല വിപുലീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയവും ആ ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ധനലാഭം, ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭവുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളുമായിരിക്കും ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം ചിങ്ങം രാശിയിലുള്ള പല വ്യക്തികൾക്കും ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹം, സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു ഗൃഹനിർമ്മാണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് അത് പകുതി വഴിയിൽ മുടങ്ങി മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളിലേക്ക് ആ ധനം, സാമ്പത്തികം വന്നു ചേരുകയും ആ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതി, മാറ്റം. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ചിങ്ങം രാശിക്കാരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ പുരോഗതി, നിങ്ങൾ എടുത്തു വരുന്ന ചികിത്സകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുക, ഇങ്ങനെ ഒരുപാട് നന്മകളാണ് വ്യാഴത്തിൻ്റെ വക്രഗതി ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നത്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ, അത്രമേൽ നല്ല മാറ്റങ്ങളാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ഓരോ ചിങ്ങം രാശിക്കാരനും നൽകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലിക്കുകയും ചെയ്യും. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ വ്യാഴദശയാണോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴത്തിൻ്റെ ഈ വക്രഗതി കാലം, ഈ സമയം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് പൂർണ്ണമായും ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പാവനായിട്ടുള്ള ഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഷ്ടമസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അത് ഇടവം രാശിയായിട്ട് വരുന്നത് കൊണ്ട് അഷ്ടമത്തിൻ്റെ ദോഷം അത്രമേൽ ബാധിക്കില്ല. കാരണം ഇടവം രാശിയും ആ രാശിയുടെ അധിപനും ശുക്രനാണ്. വ്യാഴം നിങ്ങൾക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ 9 മുതലുള്ള ആ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ പറയാം. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ആദ്യം അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിന്തകൾ, ആശയക്കുഴപ്പങ്ങൾ, മനസ്സിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയം, നല്ലൊരു ആത്മവിശ്വാസം, ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളാണ് തുലാം രാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറുന്ന കാലം. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഏത് പ്രായക്കാരനാണെങ്കിൽ പോലും ആ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുമാറി നിങ്ങൾ എടുത്തു വരുന്ന ചികിത്സകൾ നിങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തിയിൽ ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ആരോഗ്യവും ലഭിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെയൊക്കെ മറികടക്കാൻ തക്ക തരത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഭവവും ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ ശത്രുതകളോ ഒക്കെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, അനാവശ്യ എതിർപ്പുകളാകാം, അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും ശത്രുതകളും വിട്ടൊഴിഞ്ഞ് അവരവരുടെ കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന സമയം. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കർമ്മത്തിൽ ഉയരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലം.
ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലുണ്ടായിരുന്ന എതിർപ്പുകൾ, ശത്രുതകളൊക്കെ വിട്ടുമാറി ആ സാമ്പത്തികമായിട്ടുള്ള പോരായ്മകൾ, പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് ആ ബിസിനസ്സിലൊക്കെ നല്ല ധനലാഭം, വരുമാനം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കേസ്, കോടതി വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അത് ഭൂമി സംബന്ധമായിട്ടുള്ളതാകാം, ദാമ്പത്യ കുടുംബജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ളതാകാം, മറ്റ് ഏത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഈ ഒരു പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് പൊതുവെ മനസ്സിനൊരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയത്തിനെ വളരെ പ്രാധാന്യമായി കണ്ട് അത്രമേൽ പ്രയോജനപ്പെടുത്തി വേണം നിങ്ങൾ ഓരോ വ്യക്തികളും മുന്നോട്ട് പോകാൻ. നമ്മൾ പറയാറില്ലേ, മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയം, കാലമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുന്ന കാലഘട്ടം സ്വന്തമായിട്ട് ഭൂമിയോഗം, ഗൃഹയോഗം, വണ്ടിവാഹന യോഗങ്ങളൊക്കെ തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും വന്നു ചേരും. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആ വീട് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ് തുലാം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയം, കാലമാണ് നിങ്ങളെ സംബന്ധിച്ച്. തുലാം രാശിയിൽപ്പെട്ട ഓരോ നക്ഷത്രജാതകരെയും സംബന്ധിച്ച് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി അത്രമേൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു മാറ്റം, ആ ഒരു ഗുണഫലം ലഭിക്കും. തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വിവാഹത്തിനിറങ്ങിത്തിരിച്ച് അതിനൊരുപാട് പരിശ്രമങ്ങൾ, അലച്ചിലുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിച്ചു വന്നിരുന്നത്, അവരെ സംബന്ധിച്ച് ആ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെ മംഗളകരമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള ഒരു കാലത്തിലേക്കാണ് തുലാം രാശിക്കാർ കടന്നു വരുന്നത്. ഈ ഒരു സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴദശയാണോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ നടക്കുന്നത്, വ്യാഴം ലഗ്നത്തിന് ശുഭനാണോ, പാപനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് വളരെ ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ്. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ, ഏറ്റവും വലിയ നന്മകളാണ് അനുഭവത്തിൽ വരിക. പ്രധാനമായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു ഉന്നതിയാണ് പ്രധാനമായിട്ടും അനുഭവത്തിൽ വരിക. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് ധനകാരകനാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, പണവരവ്, ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം മുഖാന്തരം, നിങ്ങളുടെ ബിസിനസ് മുഖാന്തരം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അവരവരുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വരും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും കുംഭം രാശിക്കാരായ ഓരോ വ്യക്തികൾക്കും മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളും ഈ സമയം പുനരാരംഭിച്ച്, അപ്രതീക്ഷിതമായിട്ടത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലാഭം, സമ്പാദ്യം എന്നൊരു
വാക്ക് കുംഭം രാശിക്കാർ കേട്ട് കാണാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ധനലാഭം, അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു ധനലാഭം, ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുകയും നിങ്ങൾക്ക് തന്നെ ഒരു സമ്പാദ്യം, ഒരു സേവിങ്സിനുള്ള ഒരു കാലവും ഒരു സമയവുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വക്രഗതിയാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. കുടുംബം, വാക്ക്, ധനസ്ഥാനത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ സമയം അപ്രതീക്ഷിതമായിട്ട് ഒരു ഭൂമിക്കുള്ള യോഗമോ ഒരു ഗൃഹം നിർമ്മിക്കാനുള്ള യോഗമോ ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു നല്ല സമയം, ഒരു നല്ല കാലമാണ്. പ്രധാനമായിട്ടും വ്യാഴം 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത്, അതും സുഖസ്ഥാനത്ത് വക്രഗതി വരുന്ന ആ ഒരു സമയം, അതും ഇടവം രാശി, നിങ്ങൾക്ക് ഏറ്റവും ശുഭനായിട്ടുള്ള ശുക്രൻ്റെ രാശി കൂടിയായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ നിങ്ങൾക്ക് ലഭിക്കാതിരുന്നൊരു മനസ്സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് സന്തോഷം, സുഖം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോകണം. നല്ല ആരോഗ്യം, നല്ല മനസ്സമാധാനം, അതിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ ലഭിക്കുന്ന വരുമാനം, എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സുഖം, ഒരു സംതൃപ്തി ഒക്കെ ലഭിക്കുന്നത്. കുംഭം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മാറ്റമാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. കർമ്മമേഖലയിലെ തടസ്സങ്ങളൊക്കെ വിട്ടുമാറും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുക, വിവാഹബന്ധം വേർപിരിയുന്ന വക്കിൽ വരെ എത്തിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകും. എത്ര വലിയ കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിനെ പരിഹരിക്കാനുള്ളൊരു മാർഗം ലഭിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയം, വിവാഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ, നന്മകളാണ് നിങ്ങളെ സംബന്ധിച്ച് അനുഭവത്തിൽ നൽകുന്നത്. ഈ സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജനന ജാതകപ്രകാരം വ്യാഴദശ നടക്കുന്നവരുണ്ടോ, അല്ലെ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് അത്രമേൽ നല്ല ഗുണാനുഭവങ്ങൾ, നന്മകളാണ് നൽകുന്നത്. ഈ സമയത്തെ ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി അത്രമേൽ വലിയ ഗുണാനുഭവങ്ങളാണ് ഓരോ മീനം രാശിക്കാരനും നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, മനസ്സിന് അനുഭവത്തിൽ വരുന്ന സ്വസ്ഥതക്കുറവ്, അങ്ങനെ മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലായിരിക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ചും പലർക്കും പല തരത്തിലുള്ള മാനസികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. ചിലർക്ക് ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക, ചിലർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ആരംഭിക്കുക, മറ്റു ചിലരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ കുടുംബ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ചിലർക്ക് ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുക, മറ്റു ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കടബാധ്യതകളിൽ നിന്ന് മുക്തി ലഭിക്കുക, മറ്റു ചിലരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാവുക, ഗൃഹം ഉണ്ടാവുക, ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്. മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നല്ലൊരു മാറ്റം, ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് വ്യാഴത്തിൻ്റെ വക്രഗതി.
മീനം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ രാശിയുടെ അധിപനും മീനം ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപതിയുമാണ്. അങ്ങനെയുള്ള വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം മീനം രാശിക്കാർക്ക് ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ, ഏറ്റവും വലിയ നന്മകളാണ് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന ഒരു സമയവുമാണ്. മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ സ്വന്തമായൊരു ജോലിയില്ല, ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സമയം. അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച, ഒരു പദവി മാറ്റം, ഇടം മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധി അതുമൂലം ലഭിക്കുന്ന സമയം. സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നേരിട്ടിരുന്ന കഷ്ടതകൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ബിസിനസ്സിലൊക്കെ ഒരു വളരെ നല്ല പുരോഗതി, നല്ലൊരു മാറ്റമാണ് നിങ്ങൾ ഓരോ മീനം രാശിക്കാർക്കും അത് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ആ ബിസിനസ്സിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, വളരെയധികം ഗുണഫലങ്ങളാണ് നൽകുക. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ കർമ്മത്തിൽ ഏറ്റവും അധികം ഉയരാൻ പറ്റുന്ന സമയം. ജീവിത മുന്നേറ്റത്തിനായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, പ്രാവർത്തികമാക്കാൻ പറ്റുന്ന സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭവുമാണ്. അത്രമേൽ മനസ്സിന് ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും ഓരോ മീനം രാശിക്കാരനും അനുഭവത്തിൽ വരുന്നത്. ഈ സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളാണ് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസം നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയത്തിനെ മീനം രാശിക്കാരായ ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. വ്യാഴമെന്ന് പറയുന്നത് തന്നെ ബൃഹസ്പതിയാണ്, ദേവഗുരു, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹം, നിങ്ങളുടെ രാശിയുടെ അധിപൻ. ആ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം മീനം രാശിക്കാരായ ഓരോ വ്യക്തികളുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജാതകത്തിൻ്റെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ശുഭനാണോ പാപനാണോ, നിങ്ങൾക്ക് വ്യാഴദശയാണോ നടക്കുന്നത്, വ്യാഴത്തിൻ്റെ അപഹാരമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി മനസ്സിലാക്കുക. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ പെട്ടെന്ന് ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് മുന്നോട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾ ഓരോ വ്യക്തികൾക്കും സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.